സദ്യയ്ക്കും എല്ലാ വീട്ടിലെ വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന അടപ്രഥമൻ തയ്യാറാക്കാനായിട്ട് കടയിൽ നിന്നും മേടിച്ച പാക്കറ്റ് അടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത അട നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന അടയിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അട നല്ലോണം ഇതുപോലെ വെന്ത് കിട്ടണം. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ശർക്കര പാനിയിലിട്ടാണ് വരട്ടണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇത് വേവത്തില്ല. അതുകൊണ്ട് അട നല്ലോണം വെന്തതിന് ശേഷം അത് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് നല്ലോണം കഴുകിയെടുക്കണം. ഇതുപോലെ അതിൻ്റെ വെള്ള കളർ മാറി കിട്ടുന്നത് വരെ നല്ലോണം കഴുകുകയാണെങ്കിൽ അട ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. നല്ലോണം കഴുകി മാറ്റി വയ്ക്കുക. ഇനിയും ഒരു പാക്കറ്റ് അടയ്ക്ക് ഏകദേശം 400 ഗ്രാം ശർക്കര എടുക്കാം. മധുരം കുറച്ച് കുറവ് മതി എന്നുള്ളവർക്ക് ഒന്നും കൂടെ ഒരു 350 ഗ്രാമോളം എടുത്താൽ മതി ശർക്കര. 400 ഗ്രാം ശർക്കരയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി ഒന്നുകിൽ ഉരുളിയിൽ ഇതുപോലെ അരിച്ചൊഴിക്കുക. ഉരുളി ഇല്ലാത്തവർക്ക് അടി കട്ടിയുള്ള ഏത് ചട്ടിയിലും ഇതുപോലെ ശർക്കര അരിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ശർക്കര നന്നായിട്ട് തിളച്ച് വരുമ്പം വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അട ഇതിലേക്കിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ശർക്കരപ്പാനി ഏകദേശം ആ അട നല്ലോണം കുടിച്ച് നന്നായിട്ട് വരണ്ട് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങാപ്പാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. 2.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി. അല്ല, തേങ്ങാപ്പാൽ തേങ്ങ നല്ല ഫ്രഷാണെങ്കിൽ വെള്ളം ഒഴിക്കാതെയും ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞ് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള 1-ാം പാൽ കിട്ടും. 1-ാം പാൽ ഏകദേശം 1 കപ്പോളം കാണും. അത് മാറ്റി വയ്ക്കുക. ഇതേ തേങ്ങ രണ്ടാമതും മിക്സിയിൽ ഇതുപോലെ തന്നെ ഇട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് 2-ാം പാലും 3-ാം പാലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയിൽ കിടന്ന് അട നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ഈ സമയം കൊണ്ട് ഏകദേശം ശർക്കരപ്പാനി മുഴുവൻ അട നല്ലോണം കുടിച്ച് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3-ാം പാലാണ് ഒഴിക്കുന്നത്. 2.5 കപ്പ് 3-ാം പാൽ എടുത്തിട്ടുണ്ട്. 3-ാം പാലിൽ കിടന്ന് ഈ അട നല്ലോണം വെന്ത് കുറുകി കിട്ടണം. നമ്മൾ 3-ാം പാൽ ഒഴിക്കുകയാണെങ്കിലും ആദ്യം കുറച്ച് നേരം നല്ലോണം ഇളക്കിയെടുക്കുക. ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചിലപ്പം പിരിഞ്ഞു പോവും. തള വന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ അത് കുറുകി കിട്ടിക്കോളും. ഇതുപോലെ നല്ലോണം കുറുകി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാലും 2.5 കപ്പോളം എടുത്തിട്ടുണ്ട്. 2-ാം പാൽ ഒഴിച്ച് ആദ്യത്തേതുപോലെ 3-ാം പാൽ ഒഴിച്ച് നമ്മൾ വരട്ടിയെടുത്ത് അത്രയും കുറുകേണ്ട കാര്യമില്ല. നല്ലോണം ഒന്ന് കട്ടിയായി കിട്ടിയാൽ മതി. ഒന്നുകിൽ ഈ സമയം ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കുക. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. ഇപ്പം നല്ലോണം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നെയ്യിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും വറുത്ത് ചേർക്കാം.
തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കുക. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇതിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി തേങ്ങാ കഷ്ണങ്ങൾ അടപ്രഥമന് ചേർക്കുകയാണെങ്കിൽ കുറച്ച് വലിയ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ചേർക്കുക. തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല. തേങ്ങ ചേർക്കുകയാണെങ്കിൽ ആദ്യം തേങ്ങാ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് വറുത്ത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ പായസത്തിലേക്ക് പകരാം. അപ്പോൾ വറവ് രണ്ടിൻ്റെയും ഒരുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇളം ബ്രൗൺ ആയി കഴിയുമ്പം പായസത്തിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കഴിയുകയാണെങ്കിൽ അടപ്രഥമൻ റെഡിയാവും. ഈ രീതിയിൽ അടപ്രഥമൻ തയ്യാറാക്കി നോക്കുക. നമുക്ക് ഓണസദ്യയ്ക്ക് വിളമ്പാനും അല്ല വിഷു സദ്യയ്ക്ക് വീട്ടിലെ ഏത് വിശേഷങ്ങൾക്കാണെങ്കിലും നമുക്ക് അടപ്രഥമൻ ഇതുപോലെ തന്നെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.